മച്ചാനെ എത്ര നാളായി കണ്ടിട്ട്. വാ. മച്ചാനിപ്പോ ബാംഗ്ലൂർ ആണല്ലേ? യാ ബ്രോ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. സംഭവം ഗുഡോ ബാഡോ? സംഭവം ഗുഡ് ന്യൂസ് ഒക്കെ തന്നെ, പക്ഷെ അതിനു മുമ്പ് ഒരു ബാഡ് ന്യൂസും ഉണ്ട്. നീ അറിഞ്ഞില്ലടാ, സച്ചിന്റെ റിട്ടയർമെന്റ് ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തു. അതിനെനിക്കെന്താ? I hate Sachin. നീ വലിയ സച്ചിൻ ഫാൻ ആയിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? എനിക്ക് സച്ചിനായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. മുകളിലെന്തുട്ടാ ഫ്ലാഷ് ബാക്കടാ, ചുമ്മാ നോക്ക്. +2 ശേഷമുള്ള എൻ്റെ കോളേജ് ഡേയ്സ്. തുടക്കത്തിലൊക്കെ കോളേജ് ലൈഫ് ആകെപ്പാട് ബോറിംഗ് ആയിരുന്നു. പിന്നെ ട്രാക്കിൽ വന്നത് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോഴായിരുന്നു. അപ്പോഴും എനിക്ക് രണ്ട് കാര്യങ്ങളായിരുന്നു താല്പര്യം. ഒന്ന് ദൈവം എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ. ഈ സച്ചിനായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. സച്ചിൻ ആദ്യമായി സെഞ്ചുറി അടിച്ചെന്നാണ് ഞാൻ ജനിച്ചത്. ആൻഡ് ഐ വാസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ രണ്ടാം താര മീര. സച്ചിൻ ആദ്യമായി സെഞ്ചുറി അടിച്ചപ്പോൾ എന്ത് തോന്നിയോ അത് തന്നെയായിരിക്കണം അവളെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്. നമ്മൾ കോളേജ് ലൈഫിൽ ഏറ്റവും വെറുക്കുന്ന സംഭവം എക്സാം. ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ടൂൾസും ഉണ്ടായിരുന്നില്ല. ചോദ്യം മനസ്സിലാവാത്തതുകൊണ്ട് ഉത്തരം കിട്ടാത്തതിൻ്റെ യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു. അർജുനും അവളോട് പേപ്പർ ചോദിച്ചു, പക്ഷെ അവൾ മൈൻഡ് ചെയ്തില്ല. അതെന്താണെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഒരു സ്റ്റൈലൻ പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. അത് കണ്ടപ്പോൾ സച്ചിൻ 5-6 സിക്സർ ഒന്നിച്ചടിച്ചൊരു പ്രതീതിയായിരുന്നു എനിക്ക്. എന്നാലും എനിക്ക് അവൾ ആ പേപ്പർ തന്നില്ലല്ലോ. എന്നാലും അവളുടെ ആ ചിരിയിൽ എന്തോ ഉണ്ടല്ലേ? പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, നിനക്കിഷ്ടമാണ് അവൾ അറിയണ്ടേ. അപ്പോഴീ ചിരി ഉണ്ടായാൽ മതി. ഓക്കെ, ഞാൻ ഒരു ഐഡിയ പറയാം. സച്ചിൻ നിന്റെ ലക്കി സ്റ്റാർ അല്ലേ? സച്ചിൻ ഇപ്പം ഏതായാലും 99 സെഞ്ചുറി ആയി. സച്ചിൻ 100ാമത്തെ സെഞ്ചുറി അടിക്കുന്ന ദിവസം പറയാം. പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പിൻ്റെ നാളുകളായിരുന്നു. സച്ചിൻ്റെ ഓരോ മാച്ചിലും സെഞ്ചുറിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ സച്ചിൻ ഔട്ടായിക്കൊണ്ടേയിരുന്നു. സച്ചിൻ്റെ 100ാമത്തെ സെഞ്ചുറി ഏതാണ്ട് സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞ പോലെ വീണ്ടും പോയി. ഒരു മാച്ചിൽ സച്ചിൻ സെഞ്ചുറിയിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. മച്ചാനെ, സെഞ്ചുറി അല്ലേ? അങ്ങനെ അതും സംഭവിച്ചു. സച്ചിൻ്റെ 100ാമത്തെ സെഞ്ചുറി. ഞാൻ ഒട്ടും വൈകിച്ചില്ല. എൻ്റെ പ്രണയം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നീ ഇത് പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ജസ്റ്റ് ലൈക്ക് യു വെയിറ്റഡ് ഫോർ സച്ചിൻസ് 100th സെഞ്ചുറി. ബട്ട് നൗ ഐ കാൺട്ട്. വൈ? അർജുൻ. ഏതർജുൻ? അർജുൻ. അവൻ തന്നെ ഐഡിയ തന്ന് തക്കം കിട്ടിയപ്പോൾ അവൻ തന്നെ പണത്. സംഭവം അർജുൻ തന്ന പണിയാണെങ്കിലും സച്ചിനൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ മീരൻ്റെ സ്വന്തമായനെ. സച്ചിൻ്റെ സെഞ്ചുറി വൈകിയത് കൊണ്ട് ഞാനും തോറ്റു, ഇന്ത്യയും തോറ്റു. ഒരാൾ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ സച്ചിരിക്കെ. ഹലോ. ആ ശരി. എടാ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പോവാ. അപ്പൊ നീ ഗുഡ് ന്യൂസ് പറഞ്ഞില്ലല്ലോ? അതിനിപ്പോ പറഞ്ഞിട്ട് ഉപകാരമുണ്ടെന്ന് തോന്നുന്നുടാ. അത് സച്ചിന്റെ ലാസ്റ്റ് മാച്ചിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നീ അത് വിട്ടുകളാ, പോവാ. അപ്പൊ കാണാം. ഓക്കേടാ. ഓക്കെ. വിജയ്, എന്റെ ടിക്കറ്റിന്റെ കാര്യം മറക്കണ്ട. അല്ലെങ്കിൽ സച്ചിൻ എന്ത് ചെയ്തിട്ടാ?
സച്ചിൻ സെഞ്ചുറി അടിക്കാനൊരു സമയമുണ്ട്, എനിക്ക് ലവ് ക്ലിക്കാവാനൊരു സമയമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അല്ലെങ്കിലും ദൈവത്തോടൊക്കെ ആരെങ്കിലും പിണങ്ങോ? I get no doubt.